ഒരിക്കലും നിവർന്നിട്ടില്ലാത്ത കൂനിയ ഒരു സ്ത്രീയെ കണ്ടു. യേശു അവളെ ആ അശുദ്ധാത്മാവിനെ ശാസിച്ചു. ക്ഷണത്തിൽ അവൾ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഉടനെ പരീക്ഷന്മാരെ ശാസ്ത്രിമാരൊക്കെ ചോദിച്ചു, യേശുവെ ശബത്തിലാണോ ഇവളെ സൗഖ്യമാക്കുന്നത്? ഉടനെ കർത്താവ് പറഞ്ഞ പദമുണ്ട്, അബ്രഹാമിന്റെ മകളായ ഇവളെ സാത്താൻ ബന്ധിച്ചിരുന്ന 18 വർഷമായി ബന്ധിച്ചിരുന്നു, ഞാൻ അവളെ വിട്ടയക്കേണ്ടതല്ലയോ? നോക്കണം, 18 വർഷമായി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവളെ ഇങ്ങനെ കൂനിയാക്കി തലയും കാലും കൂടെ ചേർത്ത് കെട്ടുന്ന പോലെ മുഴുവൻ കഴിയാതെ ആക്കിവെച്ച ബന്ധനം രോഗാത്മാവെന്ന ബന്ധനമായിരുന്നു. യേശു അതിനെ അർത്ഥം മാറ്റി. സ്തോത്രവും. എന്നാൽ യേശുവിന്റെ അടുക്കൽ 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ കടന്നു വന്നു. അത് രോഗമായിരുന്നു. 12 വർഷമായി മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആർക്ക് സൗഖ്യമാക്കാതിരുന്നു. യേശു അവളെ സൗഖ്യമാക്കി. ഇപ്പൊ നോക്കണം, രോഗത്തിന്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട്. ഇനി അപ്പോസ്തലപ്രവൃത്തി 10:30 പിശാചിന്റെ പ്രവൃത്തികളാണ് ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നെങ്കിൽ പൈശാചികനെയാണ് ആദ്യമേ അവൾ എന്ത് ചെയ്യേണ്ടത്? ശാസിക്കേണ്ടത്. അപ്പോസ്തലപ്രവൃത്തി 10:38 യേശു എങ്ങനെയാണ് അഭിഷേകത്തോടെ രോഗശാന്തി നടത്തിയത്? ആക്ട്സ് ചാപ്റ്റർ 10:38 യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തു. പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയതിന്റെ കാരണം യേശുവിന്റെ മേൽ അഭിഷേകം വ്യാപരിച്ചിരുന്നു. അഭിഷേകം വ്യാപരിച്ചിരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തു. ആ യേശുവിന്റെ പ്രവൃത്തി അതായിരുന്നു. വായിച്ചോ. യേശു സൗഖ്യമാക്കുമ്പോൾ പല ഘട്ടങ്ങളിലും അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന അശുദ്ധ ശക്തികളെയാ യേശു ശാസ്ത്രം രോഗശാന്തിയുടെ വരം കൊണ്ട് നാം അതിൽ മനസ്സിലാക്കുന്നത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രോഗാത്മാവിനെ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എന്നാൽ എല്ലാ രോഗത്തിന്റെയും പിന്നിൽ പിശാചല്ല. കണക്ക് എല്ലാ രോഗത്തിന്റെയും പിന്നിൽ എന്തല്ല? പിശാചല്ല. പല നനകൾ നമുക്കറിയാം. നനഞ്ഞു കഴിഞ്ഞാൽ പനി വരുന്നത് ആരെ കുറ്റം പറയല്ലേ? പിശാചിനെ കുറ്റം പറയും. നമ്മുടെ ശരീരത്തിന്റെ ക്ഷീണങ്ങൾ നമുക്കറിയാം. നമുക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്നറിയാം, എന്തൊക്കെ കഴിക്കണമെന്നറിയാം. ഇതൊക്കെ നമ്മൾ കീപ്പ് ചെയ്യാതെ അസുഖം വരുമ്പോൾ ഒന്നും ആരെ കുറ്റം പറയല്ലേ? അറിയാട്ടെ, പലപ്പോഴെങ്കിലും ആരെ പറഞ്ഞു വിടണം? ദൈവമക്കളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങൾക്ക് പോരാട്ടം എന്നത് ജഡരക്തങ്ങളോടല്ല എന്നതുകൊണ്ട് നമ്മുടെ സകല വിഷയത്തിനും ഉത്തരവാദിത്വം ആർക്കാ കൊടുത്തിരിക്കുന്നത്? നമ്മൾ ആർക്കാ കൊടുത്തിരിക്കുന്നത്? പിശാചിനെ. എല്ലാവരും പിശാചിനെ ഏൽപ്പിക്കരുത്. ചില സമയത്ത് പിശാച് പേടിച്ച് നമ്മുടെ ഇടയിലൊന്നും വരാറില്ല. കാരണം എന്ത് പ്രശ്നം ഉണ്ടായാലും അപ്പം എന്ത് ചെയ്യും? അവന്റെ മണ്ടയ്ക്കോട്ട് ഇടുന്നതുകൊണ്ട് പലപ്പോഴും വരാറില്ല. അതുകൊണ്ട് അറിയാത്തത് മാത്രമേ ഉള്ളൂ. ഇനി യേശു ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തുവാനാണ് യേശു രോഗശാന്തി ശുശ്രൂഷ ചെയ്തത്. അപ്പം ഏത് രോഗശാന്തിയുടെ പിന്നിൽ സുവിശേഷത്തിന്റെ ലക്ഷണം ഉണ്ടായിരിക്കണം. യോഹന്നാൻ 10:36 വായിച്ചാണ്. ജോൺ ചാപ്റ്റർ 10:36 ഉള്ളത്. യോഹന്നാൻ 10:36 ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ദൈവദൂഷണം പറയുന്നുവെന്ന് പിതാവ് വിശദീകരിച്ചു ലോകത്തിൽ അയച്ചതോടെ നിങ്ങൾ പറയുന്നുവോ? ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട. ചെയ്യുന്നുവെങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിൽ ഞാൻ പിതാവിൽ വന്ന് നിങ്ങൾ ഗ്രഹിച്ചറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിക്കും. നോക്കുക, യേശു ചെയ്ത അത്ഭുതങ്ങളെ ചോദ്യം ചെയ്ത പരീക്ഷന്മാരെയും ശാസ്ത്രിമാരെയും നിർത്തിക്കൊണ്ട് യേശു പറയുകയാണ്, ഞാൻ പിതാവിൽ നിന്ന് വന്നവനാണെന്നും ദൈവപുത്രനാണെന്നും നിങ്ങൾ അറിയേണ്ടത് ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഇനി അങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിലും ഈ പ്രവൃത്തി കണ്ടെങ്കിലും വിശ്വസിക്കുക, ഞാൻ ദൈവപുത്രനാണ്. യേശു ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തുവാനാണ് അത്ഭുതങ്ങൾ നടത്തിയത്. ഇനി അടുത്തത് ദൈവവചനം ഉറപ്പിക്കുവാൻ സുവിശേഷം പറയുന്നിടത്തൊക്കെ രോഗശാന്തി ശുശ്രൂഷ വെളിപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. പുതിയ സ്ഥലങ്ങളിലൊക്കെ നോക്കിയോ എപ്പോഴും ശ്രദ്ധിച്ചാട്ട് നമ്മുടെ ഇടയിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ രോഗശാന്തി നടക്കുന്നത് പുതിയതായുള്ള സ്ഥലങ്ങൾ. നിങ്ങൾ പോലും പോയി നോക്കിയാട്ട് ലോകത്തിന്റെയൊക്കെ ആരും പ്രസംഗിക്കാത്ത ഏതെങ്കിലും ഗ്രാമത്തിൽ നിങ്ങൾ പോയി പ്രാർത്ഥിച്ചാട്ട് നിങ്ങളുടെ കണ്ണിന് പോലും അത്ഭുതം തോന്നുന്ന രോഗശാന്തികൾ അവിടെ നടക്കും. കാരണം അവർ ഒറ്റ വിശ്വാസമേ ഉള്ളൂ, നിങ്ങൾ പറഞ്ഞ യേശു ഞങ്ങളെ സൗഖ്യമാക്കും. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. കർത്താവ് സൗഖ്യമാക്കിയില്ലെങ്കിൽ നാളെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി ആരെങ്കിലും നല്ല ഡോക്ടറെ കാണും. ഇത് രണ്ടും കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് രോഗശാന്തി വെളിപ്പെടാത്തത്. മറ്റേ അവർക്ക് മാത്രമേ ഉള്ളൂ. യേശു സൗഖ്യമാക്കുന്നു പറഞ്ഞാൽ അവർക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് സുവിശേഷത്തിന്റെ ശക്തിയിൽ എപ്പോഴും രോഗശാന്തി വെളിപ്പെടുന്നത്. ആ ഭാഗത്തേക്ക് കടന്നു വരാം. ഞാൻ പിന്നെ ഇതിന്റെയൊക്കെ വേറെ വശം കൂടെ പറയാൻ വേണ്ടിയാണ് വരുന്നത്. മർക്കോസ് 16 യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കും, വിശ്വസിക്കുന്നവരാൽ ഈ അത്ഭുതങ്ങൾ
നടക്കും. നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. പുതുഭാഷകളെ സംസാരിക്കും. മരണകരമായി എന്തെങ്കിലും കുടിച്ചാലോ കടിച്ചാലോ വളർത്തുമേ വരിക, ഒരു ദോഷം വരികയില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ കാരണം വിശ്വസിക്കുന്നവരുടെ മേൽ കൈവച്ചാൽ അവർക്ക് എന്ത് വരും? സൗഖ്യം വരും. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് നാം ആ ഭാഗത്ത് വായിക്കുന്നു. അടുത്ത ഭാഗം സ്തോത്രമില്ല, അതിന്റെ അപ്പോസ്തലപ്രവൃത്തി 4-ന്റെ 29-30 വായിക്കണം. ആക്ട്സ് ചാപ്റ്റർ 4:29-30. അപ്പോസ്തലപ്രവൃത്തി 4-ന്റെ 29-30. അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. 3-ാം അധ്യായത്തിലെ മുടന്തനെ സൗഖ്യമാക്കിയിട്ട് അവസാനം അവരെ പ്രതികളായി പിടിച്ച് ജയിലിൽ കൊണ്ടിട്ട് അവിടുന്ന് പുറത്തിറങ്ങി വന്നു നിൽക്കുന്ന പത്രോസും കൂട്ടരും കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഒരുമിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ സൗഖ്യമാക്കുവാൻ അവിടുത്തെ കരം നീട്ടുന്നതിനാലും അവിടുത്തെ പരിശുദ്ധ പുത്രനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിനാലും നിന്റെ വചനത്തെ അല്ലെങ്കിൽ ധൈര്യത്തോടെ പ്രസംഗിപ്പാൻ നിന്റെ ദാസന്മാർ കൊടുക്കണമേ. അപ്പോൾ വചനം പ്രസംഗിച്ചിടത്തൊക്കെ അത്ഭുതവും അടയാളവും വീര്യപ്രവർത്തികളും നടന്നിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് അവിടെ നാം മനസ്സിലാക്കുന്നത്. ഇനിയും ഈ രോഗശാന്തി ശുശ്രൂഷകളാണ് ഒരു കാലഘട്ടത്തിൽ ജനത്തെ ദൈവിക മാർഗത്തിലേക്ക് ആകർഷിച്ചത്. നാം സംസാരിച്ചാൽ ഒരു 10-25% ആൾക്കാരെങ്കിലും രോഗശാന്തിയിൽ കൂടെയാണ് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നത്. ഒരു മാറാ രോഗത്തിൽ നിന്നൊക്കെ സൗഖ്യം പ്രാപിച്ചാണ് നമ്മുടെ പല പിതാക്കന്മാരും മാതാക്കളൊക്കെ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഒരു മുഖാന്തരം ആയിത്തീർന്നത്. അങ്ങനെ ഒരു ഭാഗമാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. മത്തായി 4-ന്റെ 23-25. മത്തായി 4-ന്റെ 23-25. ഞാൻ എന്തോ രാവിലെ പറയാൻ മനസ്സിലായോ? രോഗശാന്തികളെ കുറിച്ചാണ് പറയുന്നത്. അവൻ അവരെ സൗഖ്യമാക്കി ഗലീല, തെക്കോപ്പോലിയ, യെരുശലേം, യഹൂദിയ, യോർദാൻ അക്കരെ എന്നീയിടങ്ങളിൽ നിന്നും വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. രോഗികളെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ തെക്കോദേശം, യഹൂദ, യെരുശലേം, മറ്റുള്ള യോർദാൻ അക്കരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വളരെയധികം പുരുഷാരം അവനെ പിന്തുടർന്നു. ജനത്തെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ ഒരു അവസരമായി മാറിയത് രോഗശാന്തിയുടെ ശുശ്രൂഷ. അടുത്തത് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനുള്ളതാണിത്. മർക്കോസ് 2:12. മർക്കോസ് 2:12. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്തു എല്ലാവരെയും കാണുക പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. 2-ാം അധ്യായത്തിൽ മേൽക്കൂര പൊളിച്ച് 4 പേർ പക്ഷപാത രോഗിയെ താഴെ ഇറക്കി യേശുവിനെ സൗഖ്യമാക്കി അവൻ കിടക്കിയെടുത്ത് നടക്കുന്നത് കണ്ടപ്പോൾ ജനങ്ങളെല്ലാം ഇങ്ങനെ ഞങ്ങൾ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് വിസ്മയിച്ച് എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്തു. അപ്പം ഈ രോഗശാന്തികൾ കൂടിയൊക്കെ വെളിപ്പെടുന്നത് സുവിശേഷത്തിന്റെ വ്യാപ്തി, ദൈവനാമത്തിന്റെ മഹത്വം, യേശു മാത്രം കർത്താവ് വെളിപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങളായിരിക്കണം രോഗശാന്തി ശുശ്രൂഷയുടെ പിന്നിൽ വ്യാപരിക്കുന്നത്. എന്റെ പേര് വർദ്ധിപ്പിക്കാനോ അടുത്ത പ്രാവശ്യം നോട്ടീസിൽ രോഗശാന്തി വരപ്രാപ്തനെന്ന് വെക്കാനോ ഉള്ളതല്ല രോഗശാന്തികളുടെ വരം. യേശുവിന് മഹത്വം കൊടുക്കാത്തതോ ദൈവത്തെ ജനം ദൈവത്തെ ഉയർത്തുവാൻ അവസരം ഉണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ നാളെയെല്ലാം സ്റ്റേജിൽ പോയി പറയാൻ വേണ്ടി ഞാൻ വലിയ ആളെന്ന് കാണിക്കുവാനല്ല രോഗശാന്തികളുടെ വരം എന്ന് പറയുന്നത്. അല്ലെ നമുക്ക് ആരോഗ്യം തന്ന കർത്താവിന് മഹത്വം ഉണ്ടാകും. അതാണ് ഇതിന്റെ പിന്നെ ലക്ഷ്യം. ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് കൂടെ പറയുമ്പോൾ സമയം തീരും. എങ്ങനെയാണ് വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ഹീലിംഗ്, എങ്ങനെയൊക്കെയാണ് രോഗശാന്തി ദൈവദിനത്തിലൊക്കെ നടത്തിയത്? ഇന്ന് വേറെ കാലഘട്ടങ്ങളിൽ പല രീതിയിലാണ്. നോർമൽ മെത്തേഡ്, സാധാരണയുള്ള രോഗശാന്തി എങ്ങനെ ചെയ്യാറുള്ളത്? ദേവദാസന്മാരുടെ സാധാരണയുള്ള നിങ്ങൾക്കറിയാവുന്ന നോർമൽ മെത്തേഡ് എങ്ങനെ? കൈവെക്കുക, ലേയിങ് ഓഫ് ഹാൻഡ്സ് എന്നാണ് അവരുടെ മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കിയത്. അപ്പം കൈവച്ച് പ്രാർത്ഥിക്കുന്നതാണ് സാധാരണ ഒരു മെത്തേഡ്. നിങ്ങൾ ഒരു ധീരമായി കിടക്കുന്നെങ്കിൽ സമയം മൂപ്പന്മാരെ വിളിക്കട്ടെ, അവരുടെ എണ്ണ പൂശി കൈ വെച്ച് പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥന ദീനക്കാരന് സൗഖ്യം വരെ. അതിന് മുന്നിൽ പതോടെ പറഞ്ഞു നിങ്ങൾ തമ്മിൽ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ പാവം പറഞ്ഞ് ഏറ്റുപറഞ്ഞ് വേണം പ്രാർത്ഥിക്കും. ഇതൊക്കെ ഓർക്കണം. രോഗശാന്തികളുടെ പിന്നിൽ വ്യാപരിക്കുന്ന തയ്യാറെടുപ്പുകൾ പാവം ഏറ്റുപറഞ്ഞ് വേണം ചെയ്യാൻ പ്രാർത്ഥിക്കുവാൻ. ഇനി അടുത്തത് സ്തോത്രം. ഇനി ഒരു എക്സ്ട്രാ ഓർഡിനറി പല മെത്തേഡും ചെയ്തിട്ടുണ്ട്. ഓർമ്മിച്ച് ഒരു രോഗിയെ സൗഖ്യമാക്കിയ പോലല്ല അടുത്ത രോഗിയെ സൗഖ്യമാക്കുന്നത്. എക്സ്ട്രാ ഓർഡിനറി രീതിയിലൊക്കെ കർത്താവ് ചെയ്യാറുണ്ടായിരുന്നു.
ഒരു ഭാഗത്ത് ചെയ്തുകൊണ്ട് ഒരു കുരുടനെ വിളിച്ചിട്ട് അവനെ നിലത്തിരുത്തി നിലത്ത് തുപ്പി ആ തുപ്പലെടുത്ത് ചേറുണ്ടാക്കി ചേറുകൊണ്ട് കണ്ണെ പൂശിയിട്ട് പോയി കഴുകാൻ പറഞ്ഞു. യോഹന്നാൻ 9-ാം അധ്യായത്തിൽ യേശു അങ്ങനെ സൗഖ്യമാക്കി. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ചേറ് പൂശിയില്ല, പകരം അവന്റെ ചെവി തുപ്പിയെന്നാണ് വായിക്കുന്നത്.